തണ്ണീർക്കൊമ്പൻ മാനന്തവാടി ടൗണിൽ എത്തിയപ്പോൾ തന്നെ വ്യക്തമായതാണ് ട്രാക്കിങ്ങിലെ പോരായ്മ. എന്നിട്ടും പഠിച്ചില്ല. കാട്ടാന ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങുന്നത് നിരീക്ഷിച്ച് കണ്ടെത്തി തടയാനാണ് റേഡിയോ കോളർ. ഇന്നിപ്പോൾ ട്രാക്കിങ്ങിലെ വീഴ്ച പനച്ചിൽ അജിയുടെ ജീവനെടുത്തു. അക്രമം കാട്ടിയ മോഴ കാടുവിട്ട് നാട്ടിൽ ഇറങ്ങുന്നത് വനം വകുപ്പിന് അറിയാമായിരുന്നു. ഒരാഴ്ച മുൻപ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഇക്കാര്യം സമ്മതിച്ചിട്ടുമുണ്ട്. വൺ വീക്ക് ബിഫോർ ആണെന്ന് തോന്നുന്നു, ഒരു റേഡിയോ കോളർ ചെയ്ത ഒരു മുഴ എനിക്ക് തോന്നുന്നു മുത്തങ്ങ ഭാഗത്ത് അതിൻ്റെ ഒരു പ്രസൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ റേഡിയോ കോളർ ചെയ്തൊരു എലിഫൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് അതിൻ്റെ റിസീവറും ആൻറ്റിനയും കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്ക് ഐഡിയും പാസ്വേഡും വെച്ചിട്ട് പൂർണ്ണമായിട്ട് ഇതിന് ട്രാക്കിങ് എളുപ്പമല്ല. അറിഞ്ഞിട്ടും വനം വകുപ്പ് എന്തു ചെയ്തു? ഈ വിവരം താഴെത്തട്ടിൽ അറിയിച്ചുവോ? ഇല്ല. ജനപ്രതിനിധികളോട് വിവരം പറഞ്ഞുവോ? ഇല്ല. നാട്ടിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയോ? ഇല്ല. പിന്നെ ചെയ്തത് എന്താണ്? ട്രാക്കിംഗ് സാധ്യമാകുന്നില്ലെന്ന് കർണാടക വനം വകുപ്പിന് കത്തെഴുതി. അത് മതിയോ? ഏറ്റവും കുറഞ്ഞത് വനാതിർത്തിയിലെ ജനങ്ങളോട് ജാഗ്രത പാലിക്കാനെങ്കിലും പറയാമായിരുന്നില്ലേ? അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ പനച്ചിൽ അജി ഇന്നും ജീവിക്കുമായിരുന്നില്ലേ? മാതൃഭൂമി ന്യൂസ്, വയനാട്.